ജസ്പ്രീത് ബുംറ വേഴ്സസ് വൈഭവ് സൂര്യവംശി. ഒരാൾ ലോക ക്രിക്കറ്റിലെ പകരം വെക്കാനില്ലാത്ത പേസ് ബോളർ, മറ്റൊരാൾ ലോകത്തിൻ്റെ നെറുകയിൽ ഉദിച്ചുവരുന്ന യങ് സെൻസേഷൻ. കഴിഞ്ഞ വർഷം അരങ്ങേറ്റ IPL കളിച്ച വൈഭവ് സർവവും തകർത്ത് കുതിക്കുന്ന സമയം. മെയ് 1 സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈ രാജസ്ഥാൻ ആവേശ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. രണ്ട് ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി വൈഭവ് ബുംറ ബാറ്റിൽ എന്ന നിലയിലും വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചൊരു മത്സരം. എന്നാൽ മൈതാനത്ത് ഇരുവരും നേർക്കുനേർ വന്നില്ല. ബുംറ ബൗളിംഗ് ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ടീനേജർ ഔട്ടായി ഡഗൌട്ടിൽ തിരിച്ചെത്തിയിരുന്നു. ദീപക് ചഹാർ എറിഞ്ഞ ഓപ്പണിംഗ് ഓവറിലെ 4ാം പന്തിൽ വിൽ ജാക്സിന് ക്യാച്ച് നൽകി സംഭൂജനായായിരുന്നു വൈഭവിൻ്റെ മടക്കം. മുൻനിര തകർന്നടിഞ്ഞ ആ മത്സരത്തിൽ 100 റൺസിൻ്റെ വമ്പൻ തോൽവിയും RR നേരിട്ടു. പുതിയ IPL സീസൺ. പോയ പതിപ്പിലെ നാണം കെട്ട തോൽവിക്ക് പകരം ചോദിക്കാനെത്തിയ രാജസ്ഥാൻ. ടീമുകളിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. ഒരു വർഷ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബുംറ വൈഭവ് നേർക്കുനേർ അംഗമെന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച വീണ്ടും ചൂടുപിടിച്ചു. എന്നാൽ ക്രിക്കറ്റ് ആവേശത്തിന് മുകളിൽ മഴമേഘങ്ങൾ വില്ലനായി എത്തി. ഒടുവിൽ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ മത്സരം ആരംഭിച്ചു. തണുത്തുറഞ്ഞ ഗുവാഹത്തിയിലെ ബർസ്പര സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ രാജസ്ഥാന് മുന്നിൽ കാര്യങ്ങളൊട്ടും അനുകൂലമായിരുന്നില്ല. അൺപ്രഡിക്റ്റബിൾ പിച്ച്, 11 ഓവറിലേക്ക് വെട്ടിച്ചുരുക്കിയ മാച്ച്. എന്നാൽ എല്ലാ ആശങ്കക്കും ആദ്യ പന്തിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദീപക് ചഹാറിനെ മിഡ് വിക്കറ്റിലൂടെ ബൗണ്ടറി നേടി ജയ്സ്വാൾ രാജസ്ഥാൻ വെടിക്കെട്ടിന് തുടക്കം വിട്ടു. ആ ഓവറിൽ ഒരു 6ഉം 4 ഫോറുമടക്കം RR അക്കൗണ്ടിൽ ചേർത്തത് 22 റൺസാണ്. രാജസ്ഥാൻ ആരാധകർ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. ഏതു വിധേനയും റോയൽസിൻ്റെ റൺ റേറ്റ് പിടിച്ചു നിർത്തണം, ബ്രേക്ക് ത്രൂ വിക്കറ്റ് നേടിയെടുക്കണം. ബുംറയെ പന്തേൽപ്പിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രൈക്കിംഗ് എൻഡിൽ വൈഭവ് സൂര്യവംശി. IPL-ൽ ഇരുവരും ആദ്യമായി നേർക്കുനേർ. ബുംറയുടെ കുതിച്ചെത്തിയ മിഡ്ലാൻഡിലേക്ക് അതിവേഗ പന്തിനെ മിഡോണിലൂടെ ഗാലറി എത്തിച്ച വൈഭവിൻ്റെ പവർഫുൾ ഹിറ്റ്. സെൻസേഷണൽ, ആൻ എക്സെപ്ഷണൽ ടാലൻറ്റ്. കമൻട്രി ബോക്സിൽ നിന്ന് ഈ സമയം ഉയർന്നു കേട്ടത് ഇങ്ങനെയായിരുന്നു. ഹോം ആരാധകരിൽ നിന്ന് നിർത്താത്ത കരഘോഷം. സിക്സർ പറത്തി കഴിഞ്ഞ വർഷം IPL അക്കൗണ്ട് തുറന്ന 15-കാരൻ ബുംറയ്ക്കെതിരായ ആദ്യ പന്തിലും സിക്സർ നേടി. ആദ്യ ഓവറിലെ 4ാം പന്തിൽ ഡീപ് സ്ക്വയർ ലെഗിലൂടെ വൈഭവിൻ്റെ മറ്റൊരു മാസീവ് ഹിറ്റിനും ആരാധകർ സാക്ഷ്യം വഹിച്ചു. ലോക ക്രിക്കറ്റിലെ നമ്പർ 1 ബോളറായ 32-കാരനെതിരെ കോൺഫിഡൻസ് ഷോട്ട് തീർത്ത് 15-കാരൻ്റെ പകർന്നാട്ടം. ഇതുവരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെങ്കിലും ലോകത്തിലെ മികച്ച ബാറ്റ്സ്മാൻമാരിലേക്കുള്ള ഇടങ്കയൻ ബാറ്ററുടെ ട്രാൻസ്ഫോർമേഷൻ വ്യക്തമാക്കുന്നതുകൂടിയായിരുന്നു ആ 2 ഹിറ്റുകൾ. തൊട്ടടുത്ത് ഓവർ എറിഞ്ഞ ട്രെന്റ് ബോൾട്ടിനും രക്ഷയുണ്ടായിരുന്നില്ല. ബാക്ക് ടു ബാക്ക് സിക്സറുമായാണ് ജയ്സ്വാൾ എതിരേറ്റത്. 4ാം പന്തിൽ വൈഭവും ബോൾട്ടിനെ കണക്കിന് പ്രഹരിച്ചു. മുംബൈയുടെ BBC സഖ്യം നിരായുധരാകുന്ന ദയനീയ കാഴ്ച. 3ാം ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ അപ്പോൾ 58 റൺസാണ് ഉണ്ടായിരുന്നത്. വെറും 66 പന്തിൻ്റെ മത്സരത്തിൽ ഇതിലും മികച്ചൊരു തുടക്കം രാജസ്ഥാന് ഇനി ലഭിക്കാനില്ല. ഷർദുൽ ഠാക്കൂറിൻ്റെ 5ാം ഓവറിലെ അവസാന പന്ത് മിസ്ഹിറ്റായി വൈഭവ് കൂടാരം കയറുമ്പോൾ രാജസ്ഥാൻ സ്കോർ 80-ലേക്ക് കുതിച്ചു കയറിയിരുന്നു. റൺ റേറ്റ് 16-ന് മുകളിൽ. 14 പന്തിൽ 1 ഫോറും 4 സിക്സറും അടക്കം 39 റൺസുമായി തൻ്റെ ദൗത്യം ഭംഗിയാക്കിയാണ് 15-കാരൻ മടങ്ങിയത്. വൈഭവ് മടങ്ങിയെങ്കിലും ജയ്സ്വാൾ ഫിയർലെസ് ബാറ്റിംഗുമായി കളനിറഞ്ഞതോടെ കൂറ്റൻ ടോട്ടലിലേക്ക് മുന്നേറാൻ രാജസ്ഥാനായി. T20 ടീമിൽ നിന്ന് തന്നെ അധികകാലം മാറ്റി നിർത്താനാവില്ലെന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിരുന്നു ജയ്സ്വാളിൻ്റെ ഈ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്. മോശം പന്തുകളെ മാത്രം നേരിട്ട 24-കാരൻ സീസണിലെ 2ാം 50 സ്വന്തമാക്കിയത്. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിന് മുമ്പായി ഇതുവരെ T20-ൽ 378 പന്തുകളിൽ 68 സിക്സറുകളാണ് വൈഭവ് പറത്തിയത്. അതായത് ഓരോ 5.6 പന്തിലും പന്ത് ഗാലറിയിലെത്തി. രാജ്യാന്തര ക്രിക്കറ്റിലടക്കം മിന്നിത്തിളങ്ങുന്ന മറ്റേതൊരു T20 ബാറ്ററേക്കാളും ഏറെ മുന്നിലാണ് ഈ കണക്കുകൾ. 2ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന പരാഗിനും സംഘത്തിനും പെർഫെക്റ്റ് സ്റ്റാർട്ടാണ് ആദ്യ 3 മത്സരങ്ങൾ. 3-ൽ 3ഉം ജയിച്ച് പോയിന്റ് ടേബിളിൽ തലപ്പത്ത്. ഓപ്പണിംഗിൽ വൈഭവ് ജയ്സ്വാൾ ഇടങ്കയൻ കോംബോക്കൊപ്പം മധ്യനിരയും സെറ്റായി കഴിഞ്ഞു. ജോഫ്ര ആർച്ചർ നയിക്കുന്ന ബോളിംഗ് നിരയും ഓരോ മത്സരം കഴിയും തോറും പെർഫെക്റ്റായി വരുന്നു. മിനി ലേലത്തിൽ 7.20 കോടിക്ക് ടീമിലെത്തിച്ച സ്പിന്നർ രവി ബിഷ്ണോയും മധ്യ ഓവറുകളിൽ ടീമിനായി ക്രൂഷ്യൽ റോൾ നിർവഹിക്കുന്നുണ്ട്. ബാറ്റിംഗ് ബോളിംഗ് ബാലൻസ് നിലനിർത്താൻ എക്സ്പീരിയൻസ് താരം രവീന്ദ്ര ജഡേജ സാന്നിധ്യവും RRന് അനുകൂലമാണ്. എല്ലാത്തിനുമുപരി മികച്ച ഡിസിഷനുമായി ക്യാപ്റ്റൻ റിയാൻ പരാഗും. വെള്ളിയാഴ്ച നടക്കുന്ന അടുത്ത മത്സരത്തിൽ RCB ആണ് രാജസ്ഥാൻ്റെ എതിരാളികൾ. സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന 2 ടീമുകൾ മാറ്റിവെക്കുമ്പോൾ ആർക്കാണ് സാധ്യത? ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.